മോഹൻലാലിൻ്റെ അമ്മയെ നാളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചായിരിക്കും അവസാന കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇതായിരുന്നു പുറത്തുവന്ന വാർത്ത. ഇതിന് ഒരു കാരണമുണ്ട്. മോഹൻലാലിൻ്റെ അച്ഛനും ചേട്ടനും അന്തിയുറങ്ങുന്നത് ഇവിടെ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ മുടവൻമുകളിലെ വീട്ടിലാണ്. മുടവൻമുകളിലെ കേശവ റോഡിൽ ഹിൽ വ്യൂ എന്ന വീട് എല്ലാവർക്കും സുപരിചിതമാണ്. അന്നത്തെ ബഹുനില കെട്ടിടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മോഹൻലാലിൻ്റെ അച്ഛൻ വളരെ ഗംഭീരമായി ചെയ്തു തീർത്ത ഒരു മനോഹരമായ ഇരുനില കെട്ടിടമുള്ള വീട് ഇന്നും വളരെയധികം സൂക്ഷ്മമായി നോക്കുന്നു. അതിന് പിന്നിലൊരു കാരണം ശാന്തകുമാരി തന്നെയാണ്. എപ്പോഴും ആ വീട്ടിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ശാന്തകുമാരിക്ക്. അവരുടെ പ്രിയപ്പെട്ട മകനും ഭർത്താവും ഉറങ്ങുന്ന വീട് എന്നതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും അവർ സന്തോഷത്തോടെ മക്കളോടൊപ്പവും ഭർത്താവിനോടൊപ്പവും കഴിഞ്ഞ വീട്. അതാണ് ഹിൽ വ്യൂ വീടുമായി ഏറ്റവും കൂടുതൽ ശാന്തകുമാരിയുടെ അടുപ്പം തന്നെ പറയാം. 2000-2500 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഇന്ന് 50 ലക്ഷത്തോളം രൂപ വിലയുണ്ട് എന്ന് പറയണം. മോഹൻലാലിൻ്റെ വീട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ അഭിമാന വീട് എന്നാണ് പറയുന്നത്. ഇന്നും പലരും മോഹൻലാലിൻ്റെ ആ വീടിനെ തേടി വരാറുണ്ട്. അദ്ദേഹം പോലും തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ആ വീട് വന്ന് നോക്കും. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണാൻ ആരാധകരെത്തിയാലോ എന്ന് ഭയന്നിട്ടാണ് അദ്ദേഹം വീട് കാണാൻ കൊതിച്ച് അവിടേക്ക് എത്താറുള്ളത്. എൻ്റെ യൗവനം കുട്ടിക്കാലം എല്ലാം തീർത്തത് ഈ നഗരത്തിലാണ് എന്ന് മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്. അഭിമാനത്തോടെ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എന്ന് പറയാൻ മടിക്കാത്ത ഒരു താരം കൂടിയാണ് മോഹൻലാൽ. സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ ഈ വീടിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഏറെക്കാലം ശാന്തകുമാരി ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഭർത്താവിനും മകനുമൊപ്പമുള്ള താമസത്തിന് ശേഷം ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമാണ് മോഹൻലാലിനോടൊപ്പം എറണാകുളത്തെ വീട്ടിലേക്ക് താമസം മാറിയത്. മോഹൻലാലിൻ്റെ ആവശ്യപ്രകാരമാണ് താൻ എറണാകുളത്തേക്ക് താമസം മാറിയതെന്ന് എപ്പോഴും പറയാറുണ്ട്. മോഹൻലാലിൻ്റെ അച്ഛൻ അധ്വാനിച്ച് പണി കഴിപ്പിച്ച വീടാണ് മുടവൻമുകളിലെ ഹിൽ വ്യൂ വീട്. ആ വീട് ഇന്നും ഭംഗിയായി സൂക്ഷിക്കുന്നതിനൊരു കാരണവുമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരി തന്നെയാണ്. ആ വീട് അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അച്ഛൻ ആഗ്രഹിച്ചു വെച്ച വീടല്ലേ, അതിപ്പോഴും ഭംഗിയായി സൂക്ഷിക്കണം. എനിക്ക് അവസാനത്തെ കാലത്ത് അവിടെ കിടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം ലാലു. എന്നാൽ അവിടേക്ക് കൊണ്ടുപോകാനാകില്ലായിരുന്നു. അമ്മയ്ക്ക് അത്ര പ്രശ്നമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടെ എത്തിക്കാൻ സാധിക്കില്ല എന്ന് അമ്മയ്ക്കും അറിയാമായിരുന്നു. അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മയുടെ ആഗ്രഹം സബലീകരിച്ച് അമ്മയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മോഹൻലാൽ. അമ്മ പറഞ്ഞതുപോലെ അച്ഛൻ്റെ അടുത്തും സഹോദരൻ്റെ അടുത്തും അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്ന് കരുതി മോഹൻലാൽ അമ്മയുടെ അന്ത്യാഭിലാഷം അവിടെ സാക്ഷാത്കരിക്കുകയാണ്. ആ അമ്മയ്ക്ക് അങ്ങനെ തന്നെ ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.